ഗൈസ്, അപ്പോൾ നമ്മൾ നൂർ റിയാദ് വാദി ഹനീഫയിലാണ് ഇന്നുള്ളത്. അത്യാവശ്യം ഈ ഒരു ലൊക്കേഷൻ എല്ലാവർക്കും കിട്ടാത്തൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നൂർ റിയാദ് ഷോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് എപ്പോൾ വരാനുള്ളത്, എൻട്രി ഫീസ് എത്രയാണ് എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എൻട്രി ഫീ ഇല്ല, അതുപോലെ തന്നെ ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. നേരെ വരിക, കാണുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പോവുക. അപ്പോൾ ഡിസംബർ 14 വരെ ഉള്ളൂ, നവംബർ 28 മുതൽ. അപ്പോൾ എത്രയും വേഗം വന്ന് കാണാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ഇതാണ്ടോ, ഒരു അടിപൊളി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വേറെ ടൈപ്പ് മോഡലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വാദി ഹനീഫയിലെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ. അവിടെയൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നേരമായി പോയി. വാദി ഹനീഫ എന്ന് പറഞ്ഞാൽ, വാദി എന്ന് പറഞ്ഞതാ ഈ കാണുന്ന തടാകത്തിന് പറയുന്ന പേരാട്ടോ. അപ്പോൾ ഈ ഹനീഫ എന്ന് പറയുന്നത് ഇതൊരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ കുടുംബപ്പേര്, ആ ഒരു രീതിയിലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ അതാ ഒരു അടിപൊളി ലൈറ്റ് ഷോ ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇത് ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇത് ഓരോ ലെറ്ററാണ് കേട്ടോ ഇതിൽ എഴുതുന്നത്. അപ്പോൾ ഓരോ ലെറ്റർ ഓരോ വിഷയങ്ങളാണ്. ടെക്നോളജി ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പേരാണ് ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. ഉണ്ടോ, എനർജി, ബയോടെക്നോളജി റിസർച്ച്, അങ്ങനെ ഓരോന്നും പറയുന്നത്. പിന്നെ ഓരോ ഇംഗ്ലീഷ് ലെറ്റർ ആണ് കേട്ടോ ഇതിലിങ്ങനെ കാണുന്നത്. അപ്പോൾ സംഭവം വേറെ വൈബ് തന്നെ. ഒരു LED ഒരു ക്യൂബാണ് കേട്ടോ. ഇത് ചില സമയത്ത് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് കാണാം, ആണോ, ഓഫായി വരുന്നത്. ഓക്കെ, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചായ ആയിട്ട് വന്നാണ്. സുൽത്താൻ, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഹബീബി. അപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് കൊണ്ടു തന്ന കേട്ടോ. വാദി ഹനീഫിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ ലൈറ്റ് ഷോയും ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. അപ്പോൾ ഗൈസ് എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. 14-ാം തീയതി വരെ സമയമുണ്ട്, ഫ്രീ ആണ്. മുൻകൂർ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മളെ ഈ ഒരു വാദിയിലേക്ക് ഉള്ള കുറച്ച് ലൈറ്റ് ഷോകളാണ് കേട്ടോ, വെള്ളത്തിലേക്കുള്ള. പിന്നെ അവിടെയും ഇവിടുന്ന് ഓരോ റൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഗൈസ്, ഇവിടെ കാറ്റ് നിറച്ചിട്ടുള്ള ബലൂണുകളാട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് മൊഞ്ചാക്കിയിരിക്കണ്, ഒന്നും പറയാനില്ല. ഇവിടെ ലൈറ്റാണ്, എയർ കൊടുത്താണ് ഉള്ളിൽ. ഇങ്ങനത്തെ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്നാൽ ബാക്കിയുള്ള ആർട്ടുകളൊക്കെ ആ ഒരു ഭാഗത്താട്ടോ. ഇത് പിന്നെ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ടാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഈ മരം ശ്വസിക്കുന്നതാണ് അല്ലേ, കൂർക്കം വലിക്കാന്നോ എന്താ കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ടൊക്കെ രാത്രി ഒറ്റക്ക് നടക്കുമ്പോൾ കിട്ടണം. എത്ര ദിവസം പനിച്ചെടുക്കും എന്നുള്ളത് കണ്ടറിയാം അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ശ്വാസം വിടുന്ന കേട്ടോ. പിന്നെ അത് സ്റ്റെഫാനോ കാജോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ടാണ് അവിടെ കാണുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
അതായത് ഇതിൽ നമ്മൾ ലൈറ്റ് ഫോണിൽ ഡിമ്മ് ചെയ്യുമ്പോൾ ശരിക്കും കണ്ടോ ആകാശത്ത് നമ്മൾ എങ്ങനെയാണോ സ്റ്റാറിനെ കാണുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റൈലിലേക്ക് മാറും. ഇപ്പം നമ്മൾ ആകാശത്തെ നക്ഷത്രം ഇതേപോലെയാണ് കാണുക അല്ലേ? മനസ്സിലാവുണ്ടോ ഏതാണല്ലേ? ഇത് അലൂമിനിയാണ് സംഭവം. പക്ഷെ നമ്മളത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗാലക്സി കാണുന്ന പോലെ ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ഇത് ബ്രൈറ്റിലേക്ക് അല്ലാതെ ബ്രൈറ്റ് ചെയ്താ ക്യാമറ ബ്രൈറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റൈലാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ താഴത്ത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നോക്കാം. ആർട്ടിസ്റ്റിൻ്റെ പേര് എന്താ ഒരു കാജോളാണ്. അല്ല, ഇറ്റലി. ഈ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിൽ ആകാശവും അതിൻ്റെ ഗാലക്സി, താഴത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ, അതായത് നമ്മളെ ഭൂമി. അതാണ് ഇതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ആർട്ട് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ സമ്മതിച്ചു. ഇതാണ് ശരിക്കും ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ. നമ്മൾ ആ ബ്രൈറ്റ് മാറ്റിയപ്പോൾ കണ്ടില്ല ഗാലക്സി ആയി. ഓക്കെ, ഏതായാലും ഇറ്റലിക്കാരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് വേറൊരു ആർട്ടാണ് കേട്ടോ. ഓരോന്നിനും പല രീതിയിലുള്ള മീനിങ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം. അതായത് അറബ്സിന് ഈ വൈറ്റ് ഒട്ടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള ഒട്ടകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്, ഒരു ആർട്ടാണ്. അപ്പോൾ അതാണ്ടോ അത് ഒട്ടകത്തിൻ്റെ ഒരു തല, അതിൻ്റെ കണ്ണ്, പിന്നെ അങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ കാലുകൾ, ഇങ്ങനെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ ഇതും അതേപോലെ തന്നെ, ഇതും അതിൻ്റെ തല, അതേപോലെ തന്നെ അതിൻ്റെ ഉടല്, പിന്നെ 2 കാലുകൾ. ഇതൊരു ആർട്ടാണ് കേട്ടോ. ആർട്ടായിട്ട് കണ്ടാൽ മതി. നമ്മളതിൽ ഒട്ടകത്തിനൊന്നും കാണില്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ അതിൽ എല്ലാത്തിനെയും കണ്ടുപിടിക്കും. അതാണ് ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഹദ് അൽ നൈമ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ആർട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത്. ഈ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ ഡസ്റ്റിനെ പറ്റിയിട്ടുള്ള, അതായത് പൊടിയെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടാണ്. പൊടികൾ പല തരത്തിലുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളെ കണ്ണിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള പല ടൈപ്പ് പൊടികൾ, അതിനെ പറ്റിയുള്ള ഒരു ആർട്ടാണ്. അതിനെപ്പറ്റി ഒരു സൗദി പൗരൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. My name is Fahad. This art piece is called Solar Dust. It was made by Croydon Sample. The studio usually makes audio-visual installation and finds a way to connect them with nature. This art piece tries to transform the area around us into a celestial realm, something magical. We usually don't see this. We usually don't see this here in Earth. We might see it in sky, movies that are inspired by the sky, space, etc. Why dust? The art piece tried to show us how dust particles would move in the space, how random it is, how it collides with each other, what it could do to us. Because you know everything has a function. Everything, small, big, has a light, doesn't have a light. Everything has a function. That's what the art studio is like. Thank you guys. Okay, thank you. Enjoy your day. അപ്പോൾ ആള് പറഞ്ഞ വെച്ചാൽ അത് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരാനേ ഒരു ഉഷാറാട്ടോ, ഒന്നും പറയാനില്ല. ഇത് വേറെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ടാണ് കേട്ടോ. തണുപ്പായിട്ടേ സംസാരിക്കുന്നതൊക്കെ മാറിപ്പോണ്ട് അറിയാം. അത് കിട്ടിയതോ? ഇത് ഒറിജിനൽ ആയിട്ടുള്ള വുഡാണ്. അതായത് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആർട്ട് ഉണ്ടാക്കിയത്. ഒറിജിനൽ വുഡിൻ്റെ നടുവിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ പിന്നെ ഒരു പ്ലാസ്റ്റർ പോലൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഷോട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട്, അതായത് ആ ഒരു മരമല്ലേ, ആ മരത്തിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ എന്താ ക്ലാരിറ്റി അറിയോ, എന്താ രസം അറിയോ കാണാൻ. അത് ജസ്റ്റ് വന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഗൈസ്, ഇവിടെയുള്ള ഈ ഒരു കാഴ്ചകൾ കാണേണ്ടി തന്നെ കേട്ടോ. സംഭവം ഒന്നുമില്ല, അതൊരു ലൈറ്റാണ് അവിടെ, ലേസർ. ഇവിടെ നിന്നുള്ള സ്മോക്കില്ലേ, അതിങ്ങനെ മുകളിലോട്ട് വന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്.
എജ്ജാതി ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇത് സ്മോക്ക് മെഷീനാണ്. ഇതിൽ നിന്ന് സ്മോക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ അത്. ഇതിങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷെ എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മളെ കണ്ണ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കി പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ ഒരു ലവ് എന്ന് എഴുതിയൊരു ഇത് നമ്മൾ കാണും. കാരണം നമ്മളെ കണ്ണ് പറഞ്ഞാൽ 1/60% അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ, അത്രയും ഇതിലാണ് നമ്മൾ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ കണ്ട ഒരു പ്രതിബിംബം അങ്ങനെ ഉണ്ടാവുക. സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു വിഷയമാണ്, അതൊക്കെ കൂടുതൽ അറിയില്ല. അപ്പോൾ സംഭവം നമ്മളിതപ്പോൾ ഇങ്ങോട്ട് നോക്കി പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ലവ് എന്ന് എഴുതിയ ഒരു ഫീലിംഗ് കാണും, ഒരു ലവിൻ്റെ ചിഹ്നം കാണും. അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഒന്നും പറയാനില്ല. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ ക്രിയേറ്റിവിറ്റി കണ്ടെത്താൻ. ഇതൊരു അമേരിക്കൻ ആർട്ടിസ്റ്റാണ്. അമേരിക്കൻ അല്ലടാ, യെസ്, യു കെൻ്റെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാളെ ഒന്ന് പരിചയപ്പെടേണ്ടത് തന്നെയാണ് ശരിക്കും. ആ ബോർഡ് എവിടെ? പിന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മൾ നല്ല ഡീപ്പ് ബ്രീത്തിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ജനിച്ച്, അവരെ ആ ഒരു ഫ്രീക്വൻസി ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, പിന്നെ അതേപോലെ തന്നെ ഈ ഓട്ടിസം ബാധിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അവരെ വയലൻ്റ് ആവുന്ന സമയത്ത് അവരെ കാമാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട്, അത് നമുക്കിവിടെ ഇങ്ങനെ കേൾക്കാം. ഇതിൽ എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞത്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തുള്ളത്. The 12 paintings he wanted us to see, but unfortunately there is no light, so you cannot see it very clearly, only in the sun or if there was a spotlight. So hopefully we're gonna put lights. ബ്രോൺസിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സംഭവം പെയിന്റിംഗ് ഒക്കെ ആണ് സംഭവം. പക്ഷെ അത് ലൈറ്റ് ഉണ്ടെങ്കിലേ കാണുള്ളൂ കേട്ടോ. അതെ, പക്ഷെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെ അവിടെയുണ്ട്. ഇത് പറഞ്ഞു വെച്ചാൽ ഇത് ഈ ഓറഞ്ച് കളറ് ജബൽ, അതായത് മലകളെ സൂചിപ്പിക്കുന്നതാണ്. പിങ്ക് ആണെങ്കിൽ റോഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ LED സ്ട്രിപ്പ് വാഹനങ്ങൾ പോകുന്നത്. അതെ, അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ഒരു ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സംഭവം കണ്ട് അടിപൊളിയല്ലേ? എന്താ പറയുന്നത്? സൂപ്പറാണ്, അടിപൊളി കേട്ടോ സംഭവം. അപ്പോൾ ലൊക്കേഷനെ പറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരിക വാദി ഹനീഫ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നീണ്ടു കിടക്കുന്ന ഒരു വാദിയാണ്. ആർട്ട് ആൻഡ് ടെക്നോളജി അറിയാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വാദി ഹനീഫ എന്ന് പറയുന്നത് നീണ്ടു കിടക്കുന്ന ഒരു വാദിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സൈനിങ് ഓഫ്.